സൃഷ്ടാവിൽ നിന്ന് മനുഷ്യനെ അകറ്റിക്കളയുന്ന, ജീവനുള്ള ദൈവത്തിങ്കിൽ നിന്ന് മനുഷ്യനെ അകറ്റുന്ന, സകല തിന്മകളിലേക്ക് മനുഷ്യനെ വഴി നടത്തുന്ന ആ തിന്മയുടെ ഇരുട്ട്, അതിനെയാണ് വിശുദ്ധ ബൈബിൾ പാപമെന്ന് വിളിക്കുന്നത്. ഇന്ന് രാത്രി ഞാലൂർക്കുന്ന ദേശം കേട്ടോണം. വേദപുസ്തകം പറയുന്നു, ഒരു വ്യത്യാസവുമില്ല, സർവ മനുഷ്യരും പാപികളാണ്. മനസ്സിലായോ? ഇതാണ് ബൈബിൾ പഠിപ്പിക്കുന്ന ഏറ്റവും ഗൗരവമുള്ള സന്ദേശം. മനുഷ്യൻ പാപിയാണെന്നുള്ള തിരിച്ചറിവ്. 2024 കമ്പ്യൂട്ടർ യുഗത്തിൽ നിന്നുകൊണ്ട് ഒരു ഉപദേശം തൊണ്ട കീറുക, മനുഷ്യൻ പാപിയാണെന്ന്. ചില ആളുകൾക്ക് ഇത് കേൾക്കുമ്പോൾ ചിരി വരും. ചുമ്മാ പറയുന്ന, യുവമാർ ചുമ്മാ പറയുന്നതാന്ന്. മനുഷ്യൻ പാപി അല്ലെന്ന് പറയുന്നവരാരെങ്കിലും ഈ ഞാലൂർ കുന്നിൽ എന്നെ കേൾക്കുന്നെങ്കിൽ ഇന്ന് രാത്രി കടയടച്ചു പോകുമ്പോൾ കടയ്ക്ക് പൂട്ടിടരുത്. നാളെ രാവിലെ അറിയാം ഞാലൂർ കുന്ന് പാപി ഉണ്ടോ ഇല്ലയോ ഇല്ലേ? ആണ് അറിയാം. കടയ്ക്ക് പൂട്ടിട്ടാലോ പൂട്ട് പിടിച്ചൊന്ന് കുലുക്കി, പിന്നൊന്നുകൂടെ കുലുക്കി, പിന്നെ ഒന്നുകൂടെ കുലുക്കി വെച്ചാ വീട്ടിൽ പോകുന്നു. എന്നിട്ട് ഉറക്കമില്ലാതെ വന്നപ്പോൾ CCTV വെച്ചു, സമാധാനത്തോടെ ഉറങ്ങി. ആരെ പേടിച്ചാ? മനുഷ്യന്മാരെ പേടിച്ചല്ലേ? അപ്പം മനുഷ്യന്മാരെ പേടിച്ചു. എന്തുകൊണ്ടാ? മനുഷ്യൻ എപ്പോൾ എന്ത് ചെയ്യുമെന്ന് ആർക്കും പ്രഡിക്റ്റ് ചെയ്യാൻ കഴിയാത്തൊരു ജീവിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു അല്ലേ? എന്തിന്? നമ്മുടെ സഹോദരിമാരോട് ചോദിക്ക്, രാത്രി കതകടച്ച് കൊളുത്തിട്ട് ഓടാമ്പലം പിടിച്ചിട്ടേച്ച് ഇപ്പം കതകിൻ്റെ പുറകെ ചട്ടിയും കലവും വാരി അടുക്കി വെച്ചാ പലരും ഉറങ്ങുന്നത്. ആരാ? പുലി ഇറങ്ങുമെന്ന് പേടിച്ചാണോ? ആണോ? അല്ല, ഇരുകാലികളായ മനുഷ്യന്മാരെ പേടിച്ചിട്ട്. മനുഷ്യൻ പാപിയായതുകൊണ്ട്. മനുഷ്യൻ പാപിയായതുകൊണ്ടാണ് ഇവിടെ കാട്ടാക്കട പോലീസ് സ്റ്റേഷൻ എന്നൊരു ബോർഡ് വന്നത്. കള്ളിക്കാട് പോലീസ് സ്റ്റേഷൻ എന്ന് ബോർഡ് വരേണ്ടി വന്നു അല്ലേ? അങ്ങനെ ഒരു ബോർഡ് വരാൻ കാരണം മനുഷ്യൻ പാപിയായതുകൊണ്ടാണ്. മനുഷ്യൻ പാപിയല്ല എന്ന് ചിന്തിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ എനിക്കൊരു ഉത്തരം തരാമോ? ഒരു ഉത്തരം തരാമോ? 10 മാസം വയറ്റിൽ ചുമന്ന് നൊന്ത് പ്രസവിച്ച ചോര കുഞ്ഞിനെ തീരദേശത്തിൻ്റെ കടൽഭിത്തിയിൽ എറിഞ്ഞു കൊല്ലുന്ന അമ്മ സാക്ഷര കേരളത്തിൽ. ഈ അമ്മയെ കൊണ്ട് അത് ചെയ്യിച്ചത് ഏതെങ്കിലും ഒരു ഈശ്വരന്മാരാണോ? പറ. മനസ്സിലായോ? 10 മാസം വയറ്റിൽ ചുമന്ന് പ്രസവിച്ച പെറ്റ തള്ളയുടെ കഴുത്ത് ഇങ്ങനെ അറുത്ത് മാറ്റാൻ ഒരു 15 വയസ്സുകാരനെ പ്രേരിപ്പിച്ചത് ഏതെങ്കിലും ഈശ്വരന്റെ ആത്മാവാണോ? പറ. വിവാഹം കഴിഞ്ഞ് പോറ്റി പുലർത്തിയ സ്വന്തം ഭർത്താവിനെ, കാമുകന്റെ കൂടെ ജീവിക്കാൻ വേണ്ടി സ്വന്തം ഭർത്താവിനെ 55 വെട്ടി നുറുക്കി പീസാക്കി അരിഞ്ഞ് കഷണങ്ങളാക്കി ബാഗിലിട്ട് റെയിൽവേ സ്റ്റേഷൻ വരെ പോയ ഒരു ഭാര്യയെക്കുറിച്ച് വായിച്ചില്ലേ? അത് ചെയ്യിച്ചത് ഏതെങ്കിലും ഈശ്വരന്മാരാണോ? പറ. കണ്ണു തുറക്കുന്നില്ലേ മനുഷ്യന്മാര്? കാതിന് കേൾക്കാൻ പോലും കഴിയാത്ത ഞെട്ടിപ്പിക്കുന്ന വാർത്തകൾ പ്രഭാതത്തിൽ പത്രമാധ്യമങ്ങളിൽ വരവേൽക്കുന്നത് പറ. ഒന്ന് ചിന്തിച്ചു നോക്ക്. പണ്ട് കാലത്ത് സ്വന്തം പെൺകുഞ്ഞിനെങ്കിലും വെറുതെ വിടുമായിരുന്നു. ഇന്ന് സ്വന്തം പെൺകുഞ്ഞിനെ പോലും വെറുതെ വിടാത്ത കാടന്മാരായി, ചെകുത്താന്മാരായി ഈ മനുഷ്യന്മാർ മാറിക്കഴിഞ്ഞില്ലേ? ഇതൊക്കെ കണ്ടും കേട്ടും ഇരിക്കുന്ന സത്യമല്ലേ? അല്ലെന്ന് നിഷേധിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ? ചിന്തിക്ക്. പണ്ട് കാലത്ത് പെൺകുഞ്ഞിനെ അയലത്തെ വീട്ടിൽ ഏൽപ്പിച്ചിട്ട് മാർക്കറ്റിൽ പോയ അമ്മമാർ ഇതിൻ്റെ അകത്തില്ലേ? എടി രമണി, കൊച്ചുപിടി ഇരിക്കട്ടടി, ഞാൻ മാർക്കറ്റ് വരെ പോയച്ചത്, ആ വരുന്നടി രമണി എന്ന് പറഞ്ഞൊരു കാലം. ഇന്ന് സ്വന്തം അപ്പൻ്റെ അടുക്കൽ പെൺകുഞ്ഞിനെ ഇരുത്തിയേച്ച് മാർക്കറ്റ് വരെ പോകാൻ പല അമ്മമാർക്കും ധൈര്യമുണ്ടോ? അങ്ങനെ ഒരു കാലഘട്ടത്തിലാണ് ഇന്ന് നമ്മൾ ജീവിക്കുന്നത്. മനുഷ്യൻ പാപിയല്ലേ? ഏത് സമയത്ത് എന്ത് മനുഷ്യൻ ചെയ്യുമെന്ന് ആർക്കും പ്രഡിക്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല. പത്രം തുറന്നാൽ കാണാം, ചങ്ക് കൂട്ടുകാരൻ, എൻ്റെ ചങ്കാണ്, എൻ്റെ ചങ്ക് കൂട്ടുകാരനാണെന്ന് പറഞ്ഞ് കൊണ്ടു നടന്നവൻ. 2 ചങ്ക് കൂട്ടുകാർ വൈകിട്ട് ഒരു കുപ്പി മദ്യം മേടിച്ച് പൊട്ടിച്ചടിച്ചു കഴിഞ്ഞപ്പോൾ ചങ്കിൻ്റെ കഴുത്തറുത്തു. മനസ്സിലായോ? വർഷങ്ങളോളം ചങ്കായിരുന്നു. ഒരൊറ്റ നിമിഷം കൊണ്ട് അവൻ ചെകുത്താനായി മാറി. മനുഷ്യനെ സകല തിന്മകളിലേക്ക് നയിക്കുന്ന പാപമെന്ന് പറയുന്ന ഒരു ഇരുട്ട് മനുഷ്യനെ പിടിമുറുക്കിയിരിക്കുന്നു എന്നുള്ളതാണ് ഞങ്ങൾക്ക് നിങ്ങളോട് വിളംബരം ചെയ്യാനുള്ള സത്യം. ഈ പാപത്തിൻ്റെ പിന്നിലിരിക്കുന്ന ആ തിന്മയുടെ ഉടമസ്ഥനെ ഞങ്ങൾ വിളിക്കുന്ന പേരാണ് പിശാച്. ആമേൻ. അപ്പൊ ലോകത്തിൽ ഒരു ശക്തിക്കും പിടിച്ചു കെട്ടാൻ കഴിയാത്ത പാപമെന്ന് പറയുന്ന ഒരു വിപത്ത് മനുഷ്യന്റെ ഹൃദയത്തിന്റെ അകത്ത് കയറി എന്നാണ് വായിച്ചത്. സർവ്വ മനുഷ്യന്റെ അകത്ത് പാപമെന്ന് പറയുന്ന ഇരുട്ട് കുടിയിരിപ്പുണ്ട്.
ഇനിയിപ്പോൾ ചില ആളുകൾ പറയും നിങ്ങൾ ക്രിസ്ത്യാനി അങ്ങ് ഭാവിയായാൽ മതി എന്ന് പറയുന്നവരുണ്ട്. നിങ്ങൾ ഈ ജയിലിൻ്റെ അകത്തൊന്ന് ചെന്ന് നോക്ക്. ക്രിസ്ത്യാനി മാത്രം ഭാവിയായാൽ മതിയെങ്കിൽ ജയിലിൻ്റെ അകത്ത് ആര് മാത്രമേ കാണാൻ പാടുള്ളൂ? ക്രിസ്ത്യാനി മാത്രമേ കാണാൻ പാടുള്ളൂ ഇല്ലേ? ജയിലിൻ്റെ അകത്ത് തോമസ് കുട്ടിയില്ലേ? നാരായണൻകുട്ടിയില്ലേ? മമ്മദ് കുട്ടിയില്ലേ? എല്ലാ കുട്ടികളും അവിടെ ഉണ്ട്, ജയിലിൻ്റെ അകത്തുണ്ട് അല്ലേ? അപ്പം തിന്മ ചെയ്യുന്നത് ഒരു മതവിഭാഗക്കാർ മാത്രമാണോ? തെറ്റ് ചെയ്യുന്നത് ഒരു പ്രത്യേക ജാതിക്കാർ മാത്രമാണോ? അല്ല. മനുഷ്യനെന്ന് പേരുള്ള സകല ഇരുകാലികളുടെ ഹൃദയത്തിലും പാപമെന്ന് പറയുന്ന ഇരുട്ട് കുടിയേറി.